വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതിയ അധ്യയന വർഷത്തിന് വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ തുടക്കം. സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം കുരുന്നുകൾ 1-ാം ക്ലാസ്സിലെത്തി. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലായി 1 മുതൽ 10 വരെ ക്ലാസുകളിലായി 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കേരളശ്ശേരി കിഴക്കുമുറി ചിറക്കാട് പ്രദേശത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. ജനങ്ങൾ ആശങ്കയിൽ. പ്രദേശത്തു കണ്ട കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് വനപാലകർ. പ്രസിദ്ധമായ കുന്നംകുളം തലക്കോട്ടുകര തെക്കുട്ടിക്കാവിൽ വിശ്വാസികളെ ഞെട്ടിച്ച കവർച്ച. ക്ഷേത്രഭണ്ഡാരം പൊളിച്ച് പണം കവർന്ന മോഷ്ടാക്കൾ വിഗ്രഹങ്ങൾ തകർത്തു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ തുടക്കം. 3 ലക്ഷത്തോളം കുരുന്നുകളാണ് ഇത്തവണ 1-ാം ക്ലാസ്സിൽ എത്തിയത്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലായി 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂരിൽ നടന്നു. ഷൊർണൂർ BRC മുനിസിപ്പൽ തല സ്കൂൾ പ്രവേശനോത്സവം കവളപ്പാറ AUP സ്കൂളിൽ നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇന്ന് എല്ലായിടത്തും വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടക്കുന്നതിൽ നിന്നും പുതുതായി ചേരുന്ന കുട്ടികൾ ടെൻഷനില്ലാണ്ട് സന്തോഷപൂർവ്വം ഏറ്റവും മധുര മനോഹരമായിട്ട് സ്കൂളുകളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് സർക്കാർ ഈ പ്രവേശനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയൊക്കെ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വാർഡ് കൗൺസിലർ KS ശോഭന അധ്യക്ഷയായിരുന്നു. ഷൊർണൂർ BRC BPC K വേണുമാസ്റ്റർ സ്വാഗതം പറഞ്ഞു. മാനേജ്മെന്റ് പ്രതിനിധി പ്രകാശ് വർമ്മ അക്ഷരദീപം തെളിയിച്ചു. പഠനോപകരണ വിതരണം കനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PT പ്രദീപ് കുമാർ, ഷൊർണൂർ നോൺ മീൽ ഓഫീസർ P മനോജ് എന്നിവർ നിർവഹിച്ചു. കനറ ബാങ്കും പൂർവ്വ വിദ്യാർത്ഥി രാജേഷുമാണ് പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തത്. സ്പോർട്സ് കിറ്റ് വിതരണം നഗരസഭ മുൻ വൈസ് ചെയർമാൻ R സുനു നിർവഹിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി രാധ, SSG ചെയർമാൻ വിജയകുമാർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി P രഘുനാഥൻ, PTA പ്രസിഡന്റ് E രാജഗോപാൽ, MPTA പ്രസിഡന്റ് ചിത്ര, പ്രധാന അധ്യാപിക KP സരസ്വതി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി സബ് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം കിഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കഴിവുകളെയും സ്വപ്നങ്ങളെയും പരിഷ്കരിക്കാൻ വിദ്യാലയങ്ങൾക്ക് കഴിയണമെന്ന് MLA പറഞ്ഞു. വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നാട്ടുകാരും അധ്യാപകരും മുഹമ്മദ് മുഹസിൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമായി. കുട്ടികൾ ഏറെ സന്തോഷവാന്മാരാണെന്നും മടിയില്ലാത്ത കുട്ടികളായി പുതിയ തലമുറ മാറിയിട്ടുണ്ടെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. കുട്ടികളുടെ സ്വപ്നങ്ങളെയും കഴിവിനെയും പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ വിദ്യാലയങ്ങൾ മാറണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കുന്നതിനേക്കാളും സന്തോഷം സ്കൂളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. സ്കൂളിലും എനിക്ക് പറയാനുള്ളത്,
ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ണുകളിൽ തിളക്കവുമായി സ്കൂളിന്റെ പടി കയറി വരുന്ന കുട്ടികളും അവരുടെ സ്വപ്നങ്ങളെ ഏറ്റെടുക്കാനും അതിനെ വലിയ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്ത് അവർക്ക് പകരാനും കഴിയുന്ന രീതിയിൽ വിദ്യാലയങ്ങൾ മാറണം. വിദ്യാർത്ഥികൾക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, കഴിവുകൾ അതിനെല്ലാം തന്നെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാലയങ്ങൾ മാറേണ്ടത്. ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ ടി പി ഷാജി, ജനപ്രതിനിധികളായ എൻ രാജൻ, പി ആനന്ദവല്ലി, സജ്ന ഫൈസൽ, പി ടി എ പ്രസിഡന്റ് അബ്ദുൽ നാസർ, MPTA പ്രസിഡന്റ് ഷമീന തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപിക പി ശ്രീലത സ്വാഗതവും മുഹമ്മദ് മുസ്തഫ നന്ദിയും പറഞ്ഞു. USS സംസ്കൃതം സ്കോളർഷിപ്പ് വിതരണം AEO ബാബുരാജൻ നിർവഹിച്ചു. VP മനോജ് സമഗ്ര ശിക്ഷാ ഗുണമേന്മ പദ്ധതി വിശദീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ N മുരളീധരൻ വാട്ടർ പ്യൂരിഫയർ, സൗണ്ട് സിസ്റ്റം എന്നിവയുടെ സമർപ്പണം നിർവഹിച്ചു. പഠന പിന്തുണ സഹായി വർക്ക്ഷീറ്റുകളുടെ പ്രകാശനം ഡോക്ടർ ഷഹീദ് അലിയും ചടങ്ങിൽ നിർവഹിച്ചു. സുരേഷ് പട്ടാമ്പിയുടെ മാജിക് ഷോയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേലശ്ശേരി കിഴക്കുമുറി ചിറക്കാട് പരിസരത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നതോടെ ജനങ്ങൾ ആശങ്കയിലായി. വനപാലകരും ദ്രുത പ്രതികരണ സേനയും സ്ഥലത്തെത്തി പരിശോധിച്ചു. പുലിയുടേതെന്ന് തോന്നുന്ന കാൽപ്പാടുകൾ കണ്ടെങ്കിലും അത് പുലിയുടേതല്ല എന്നാണ് വനപാലകരുടെ സ്ഥിരീകരണം. കേരളശ്ശേരി ചിറക്കാട് വീട്ടിൽ ബാലചന്ദ്രൻ എന്ന ഉണ്ണിക്കുട്ടനാണ് പുലിയെ കണ്ടത്. ഇദ്ദേഹം ഞായറാഴ്ച വൈകിട്ട് വീടിനു സമീപത്തെ പുൽക്കാടുകളിൽ പുലിയെ കണ്ടതായാണ് പറയപ്പെടുന്നത്. ഉടൻ തന്നെ വീട്ടിൽ ഉള്ളവരോട് കാര്യങ്ങൾ അറിയിച്ച് കഥകടച്ചിരിക്കാൻ പറഞ്ഞു. തുടർന്നാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. കിഴക്കിനാണ്ട് എന്താന്നുള്ള ഞാൻ ചോദിച്ചപ്പോൾ ആ പട്ടിയ നായ്ക്കളോ അല്ലെങ്കിൽ വേറെ വല്ലതാണ് പറഞ്ഞിട്ട് നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ പൊന്തറ ഇടയിൽ കൂടെ നല്ല മുഖത്ത് പൂച്ചേന്റെ മുഖം പോലെ ഉണ്ട്. അതോ ഇന്നമാതിരി നല്ലൊരു മുഖം, നല്ല വലിപ്പത്തിലുള്ളത്. ഇത് കണ്ടിട്ട് നല്ല എന്നെ നല്ല പെണ്ണ് എന്നെ നോക്കണം. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ അതിനെ നോക്കിയപ്പോൾ പിന്നെ അതിന്റെ ഈ പൊന്തരയുടെ വിട്ടിട്ട് ഒരു കുറച്ച് നീളം വിട്ടിട്ട് ബാലും കണ്ടു. അപ്പൊ ഇത് അങ്ങനെ ഞാനിത് പേടിച്ചിട്ട് അങ്ങനെ ഓടുകയും ചെയ്തു. വീട്ടിൽ പോയി കാലടയ്ക്കാൻ കുട്ടികളെ എല്ലാവരെയൊക്കെ വിളിച്ച് കാലടയ്ക്കാൻ പറഞ്ഞു, ഒക്കെ കയറാൻ പറഞ്ഞു കണ്ടത്. അതാണ് എനിക്ക് ഇത്രയും അങ്ങോട്ട് പോണത് കണ്ടത്, പുറത്തോട്ട് പോണത് കണ്ടതോ, എവിടേക്ക് പോണത് കണ്ടു? എവിടേക്കും പോയിട്ടില്ല. പൊന്തയിൽ നിന്ന് മാത്രമേ കണ്ടുള്ളൂ. പൊന്തയിൽ കൂടെ എന്നെ നോട്ടണം, ആ നോട്ടത്തിൽ ഞാൻ ഓടി. നാട്ടുകാർ വിവരം അറിഞ്ഞതിനെ തുടർന്ന് വനപാലകരും ദ്രുത പ്രതികരണ സേനയും സ്ഥലത്തെത്തി പരിശോധിച്ചു. സമീപത്ത് പുലിയുടേതെന്ന് കണ്ടെത്തുന്ന കാൽപ്പാടുകൾ കണ്ടെങ്കിലും അത് പുലിയുടേതല്ല എന്നാണ് സ്ഥിരീകരണം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിലും സ്ഥലത്തെത്തി. നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു. വെയിറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ നൌഫൽ, അനൂപ്, വിജയൻ, വാച്ചർ രാജേന്ദ്രൻ എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തലക്കോട്ടുകരയിലെ ചരിത്ര പ്രസിദ്ധമായ തെക്കുട്ടിക്കാവ് ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരം തകർത്ത മോഷ്ടാക്കൾ വിഗ്രഹങ്ങൾ നശിപ്പിച്ചു. അതിരാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഞെട്ടിക്കുന്ന കാഴ്ച ആദ്യം കണ്ടത്. തെക്കുട്ടിക്കാവ് ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് വിശ്വാസികളെ ഞെട്ടിച്ച കവർച്ച. ക്ഷേത്ര ഭണ്ഡാരം തകർത്ത് പണം കവർന്ന കള്ളന്മാർ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ അടിച്ചു തകർത്ത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. കൂടാതെ ക്ഷേത്രത്തിന്റെ ഓഫീസ് വാതിലുകളും മേശവലിപ്പുകളും തകർത്ത് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ്. ഞായറാഴ്ച അതിരാവിലെ പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഞെട്ടിക്കുന്ന ഈ കാഴ്ച ആദ്യമായി കാണുന്നത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരമറിയിച്ചു. സംഭവം കുന്നംകുളം പോലീസിൽ ഉടൻ തന്നെ അറിയിച്ചു. കുന്നംകുളം പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ക്ഷേത്ര പരിസരത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. 2 മാസം മുമ്പാണ് ക്ഷേത്ര ഭണ്ഡാരം അവസാനമായി തുറന്നത്. അതുകൊണ്ടുതന്നെ 20,000 രൂപയോളം ഭണ്ഡാരത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ഭക്തർക്കിടയിൽ വലിയ ദുഃഖത്തിനും ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതീയ പോസ്റ്റൽ ഫെഡറേഷൻ ഒറ്റപ്പാലം ഡിവിഷൻ സമ്മേളനം മനുശ്ശേരിയിൽ നടന്നു. BMS പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ആ അംഗീകാരം ലഭിച്ച സമയത്ത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ശമ്പള പരിഷ്കരണ ചർച്ചയിലെല്ലാം തന്നെ നോട്ടീസ് കൊടുത്ത് ചർച്ച ചെയ്ത് വർഷങ്ങളായിട്ട് ശമ്പള വർധനവ് നടക്കാത്ത മേഖലയായിട്ടുള്ള KSRTC ശമ്പള പരിഷ്കരണം നടത്താൻ BMS സാധിച്ചു. അതുപോലെ തന്നെ ഈ മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് BMSന്റെ സംസ്ഥാന ഭാരവാഹികൾ പോയി ഈ സംവിധാനം എങ്ങനെയാണ് വിജയകരപരമായിട്ട് നടത്തുവാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ച് അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഒരു വലിയ റിപ്പോർട്ട് തയ്യാറാക്കി
കേരളത്തിലെ തൊഴിൽ മന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. BGDKS ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി വാഴയങ്കട ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. P3 യൂണിയൻ സെക്രട്ടറി P. രാജേശ്വരി സ്വാഗതം പറഞ്ഞു. BPEF ഓൾ ഇന്ത്യ ഓർഗനൈസിംഗ് സെക്രട്ടറി C. രമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. BGDKS സംസ്ഥാന പ്രസിഡന്റ് P. ഗിരീഷ്, RSS ഷൊർണൂർ ഖണ്ഡകാര്യവാഹക് M. നന്ദകുമാർ, BJP വാർഡ് കൗൺസിലർ K. സുബ്രഹ്മണ്യൻ, വെള്ളിനേഴി M. നാരായണൻ, P. അനിലൻ, M. വിശ്വനാഥപുലവർ, VP അജിത് കുമാർ, M. രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിവിഷൻ ഭാരവാഹികളുടെ മക്കളിൽ SSLC വിജയികളായവരെയും ഡൽഹി സർക്കിളിലേക്ക് പ്രൊമോഷനായി പോകുന്ന P. അരുൺരാജ്, അരുൺ MP, K. ആനന്ദൻ എന്നിവരെയും ഡിവിഷൻ കമ്മിറ്റി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബസ്സിൽ വെച്ച് കൗമാരക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിക്ക് 6 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ വെച്ച് 2021 കോളേജിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പുല്ലൂറ്റ് സ്വദേശി 50 വയസ്സുള്ള സുരേഷിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. കഠിന തടവിനു പുറമെ പ്രതി 20,000 രൂപ പിഴയും നൽകണം. ചേലക്കര നാട്ടിൻചിറയിൽ 19കാരി കുളത്തിൽ മുങ്ങി മരിച്ചു. നാട്ടിൻചിറ സ്വദേശി നാഷിദയാണ് മരിച്ചത്. നാട്ടിൻചിറ കുളമ്പിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളത്തിലാണ് നാഷിദയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചേലക്കര പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കേളശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ +2 USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ഒടുവിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടി നമ്മൾക്കിടയിലേക്ക് വരേണ്ടതാണ്. ആ കുട്ടിയുടെ മാത്രം കുഴപ്പമാണോ? എവിടെയാണ് ഈ പ്രയാസം സംഭവിച്ചത്? അതാണ് നമ്മൾ കൃത്യമായി പരിശോധിച്ചു പോകേണ്ട കാര്യമാണ്. അത് കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടാവാം, ആ കുട്ടിയുടെ സാമൂഹികമായ വല്ല ബുദ്ധിമുട്ടുകളായിരിക്കാം, എന്താണ് ഇതിന് കാരണം എന്നതാണ് കൃത്യമായി നമ്മൾ പരിശോധിച്ചു പോകുന്നത്. അപ്പോൾ അവരെ കൂടി നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഈ അനുമോദനത്തിന് മധുരമുണ്ട്, ഇരട്ടി മധുരമാവുകയും. അപ്പോൾ കൂടി കണ്ടെത്തി അത്തരം വിദ്യാർത്ഥികളെ കൂടി. വാർഡ് മെമ്പർ രമാമുരളി അധ്യക്ഷത വഹിച്ചു. ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ അനുശ്രീയെ P. രാജഗോപാലൻ മാസ്റ്റർ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. വാർഡ് വികസന സമിതി പ്രസിഡന്റ് V. രാജേഷ് കുമാർ, രാജഗോപാലൻ മാസ്റ്റർ, PC ജയരാജ്, KA ബാലസുബ്രഹ്മണ്യൻ, V. പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ നെല്ലായിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ യുവതി പ്രസവിച്ചു. ഒഡീഷ സ്വദേശിയായ യുവതിയാണ് ട്രെയിനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസിൽ പുലർച്ചെ 4:10 സംഭവം. യുവതിയുടെ ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു. എറണാകുളത്തുള്ള യുവതിയുടെ മാതാപിതാക്കളെ കാണാനാണ് ഇവർ ഒഡീഷയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നിരുന്നത്. ട്രെയിൻ ആലുവയിലെത്തിയ ശേഷമാണ് ഇവർ പ്രസവ വിവരം RPFനെ അറിയിച്ചത്. RPF ആലുവ ജനറൽ ആശുപത്രിയിൽ വിവരമറിയിച്ചതനുസരിച്ച് വൈദ്യസംഘം റെയിൽവേ സ്റ്റേഷനിലെത്തി പൊക്കിൽക്കൊടി ബന്ധം വിച്ഛേദിച്ച് യുവതിയെയും കുട്ടിയെയും ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ അമ്മയ്ക്കും കുട്ടിക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ SNDP മൈക്രോ ഫിനാൻസ് പദ്ധതി ഉപകരിച്ചെന്ന് SNDP യൂണിയൻ സെക്രട്ടറി KR ഗോപിനാഥ്. പാലക്കാട് SNDP ശാഖാ ഭാരവാഹികളുടെയും മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെയും യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു KR ഗോപിനാഥ്. നൂതന വരുമാന മാർഗങ്ങളും പദ്ധതികളും ആവശ്യമാണെന്നും KR ഗോപിനാഥ് ചൂണ്ടിക്കാട്ടി. കൃത്യമായ വീക്ഷണത്തോടെയാണ് SNDP മൈക്രോ ഫിനാൻസ് പദ്ധതി നടപ്പിലാക്കിയത്. ഒട്ടേറെ കുടുംബങ്ങളെ വരുമാനമുള്ളവരാക്കി മാറ്റാൻ പദ്ധതിക്ക് കഴിഞ്ഞു. സാങ്കേതികവിദ്യാ രംഗത്തും പദ്ധതി വ്യാപിപ്പിക്കണം. കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനമാണ് പദ്ധതിയുടെ സുതാര്യതയെന്നും KR ഗോപിനാഥ് പറഞ്ഞു. മൈക്രോ ഫിനാൻസ് ആരംഭിച്ചിട്ട് 20 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 20 വർഷമായി ഈ ശ്രീനാരായണ മൈക്രോ ഫിനാൻസിന്റെ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്നത്. ആ 20 വർഷത്തിനിടയ്ക്ക് നമ്മൾ മൈക്രോ ഫിനാൻസ് അംഗങ്ങളിലേക്ക് പല യോഗങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒത്തുകൂടാൻ പറ്റുന്നത് ചതയദിനത്തിലാണ്. ചതയദിനങ്ങളെല്ലാം കഴിഞ്ഞ് ശോഭയാത്ര കഴിയും ഒരു പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റ് G. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ അഡ്വക്കേറ്റ് K. രഘു, KA ചന്ദ്രൻ, ബിന്ദു സുരേഷ്, പ്രേമകുമാരി ശിവദാസ്, R. രാജേഷ്,
മനോജ് കളത്തിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി ഏരിയ സമ്മേളനം ഞായറാഴ്ച പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ നടന്നു. കേരളത്തോടുള്ള അവഗണന എല്ലാ തരത്തിലും കേന്ദ്ര സർക്കാർ തുടരുകയാണെന്ന് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TK അച്യുതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. സമയത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് ശേഖരിച്ച് ജനങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് വിലക്കി 10 പൈസ സ്വീകരിക്കാൻ പാടില്ല. ഇന്നിപ്പോ പത്രത്തിൽ വാർത്തയുണ്ട്, മഹാരാഷ്ട്ര ഗവൺമെന്റ് BJP ഭരിക്കുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര വേണമെങ്കിലും സഹായം കൊടുത്താൽ അതിന് അനുവാദം കൊടുക്കും. കേരളത്തോടുള്ള വിവേചനം, അവഗണന. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എത്ര വലിയ ദുരന്തമാണ്. രാത്രി ഉറങ്ങാൻ കിടന്ന ആളുകളാണ്. രാത്രി വിദേശത്തുള്ള മക്കളെയൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ച അമ്മ, അച്ഛൻ. നേരെ കൊടുത്തപ്പോ പട്ടാമ്പി PK രാജൻ സ്മാരകമായ N ഉണ്ണികൃഷ്ണൻ നഗറിലായിരുന്നു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ TV ഗിരീഷ് അധ്യക്ഷനായിരുന്നു. M രാമേന്ദ്രൻ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി M ഹരിദാസ്, CITU ജില്ലാ ട്രഷറർ NP വിനയകുമാർ, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, KV സന്തോഷ്, VM സുശീല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ അധ്യയന വർഷത്തിന് വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ തുടക്കം. സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം കുരുന്നുകൾ 1ാം ക്ലാസ്സിലെത്തി. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലായി 1 മുതൽ 10 വരെ ക്ലാസുകളിലായി 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കേരളശ്ശേരി കിഴക്കുമുറി ചിറക്കാട് പ്രദേശത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. ജനങ്ങൾ ആശങ്കയിൽ. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് വനപാലകർ. പ്രസിദ്ധമായ കുന്നംകുളം തലക്കോട്ടുകര തെക്കുട്ടിക്കാവിൽ വിശ്വാസികളെ ഞെട്ടിച്ച കവർച്ച. ക്ഷേത്രഭണ്ഡാരം പൊളിച്ച് പണം കവർന്ന മോഷ്ടാക്കൾ വിഗ്രഹങ്ങൾ തകർത്തു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.